ഹലോ, ഇതൊരു മൺഡേ ഈവനിങ് ആണ്. എല്ലാവരുടെയും ഷിഫ്റ്റ് നേരത്തെ കഴിഞ്ഞുകൊണ്ട് നേരത്തെ ഇല്ല, ഒരു 7 മണിയായി കഴിഞ്ഞപ്പം ആ പച്ച ടീഷർട്ട് ഇട്ട ആളെ കണ്ടോ. അവൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്ക് മോമോസ് വേണം എന്ന്. അതായത് അവളാണ് സ്റ്റാർട്ടിങ്. പിന്നെ ഇന്ന് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഫുൾ ടൈം റൂമിൽ തന്നെ ആയിരുന്നതുകൊണ്ടും ഞങ്ങളും പറഞ്ഞു ഓക്കെ നമുക്കപ്പോൾ പുറത്ത് പോകാമെന്നുള്ള ഒരു പ്ലാൻ ഇട്ടു. അപ്പോൾ പിങ്കു പറഞ്ഞു പിങ്കുവിനും മോമോസ് മതിയെന്ന്. എനിക്കപ്പം ആക്ച്വലി മോമോസ് കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ പാനിപ്പൂരി കഴിക്കാനാണ് തോന്നിയത്. എനിക്ക് പൊതുവേ പാനിപ്പൂരി ഇഷ്ടമാണ്, മോമോസും ഇഷ്ടമാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷെ എനിക്കിന്ന് എന്തോ പാനിപ്പൂരി കഴിക്കാനാണ് തോന്നിയത്. ഇതിലൊരു പ്ലേറ്റ് വെജും ഒരു പ്ലേറ്റ് നോൺ വെജുമാണ്. രണ്ടിൽ ഞാൻ ഓരോ പീസ് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് പാനിപ്പൂരി കഴിക്കാൻ. പിങ്കുവിന് പാനിപ്പൂരി ഇഷ്ടമല്ല. അവളെ ഏതോ ഒരു വട്ടം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇത്തവണ വാങ്ങിയപ്പോൾ ഒരു പീസ് വായിൽ വെച്ച് കൊടുത്തു, പക്ഷെ അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ പാനിപ്പൂരിയുടെ കൂട്ട് തന്നെ എന്താ അതിന് പേര് പറഞ്ഞത് ഞാൻ മറന്നുപോയി, മറ്റേ വെള്ളം ഇല്ലാതെ കിട്ടുമല്ലോ, അതാണ് അവൾ വാങ്ങിയത്, നാൻസി വാങ്ങിയത്. അവൾ അത് വാങ്ങിയപ്പോൾ അതിൽ കഴിച്ചപ്പം പിങ്കു പറഞ്ഞത് പിങ്കുവിന് ഇഷ്ടപ്പെട്ടത് പാനിപ്പൂരിയെക്കാട്ടിൽ അത് ഇതാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പേരിപ്പോൾ എന്താണെന്ന് ഞാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കഴിച്ചും കുടിച്ചും കഴിഞ്ഞപ്പോൾ ഭയങ്കര ദാഹം, ഒരു ലൈം വേണം എന്ന് വല്ലാണ്ട് തോന്നിപ്പോയി. പക്ഷെ അതിന് മുന്നേ നമ്മൾ നാൻസിക്ക് ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് കടയിൽ പോയി ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈമ് വേണമെന്ന് പറഞ്ഞാൽ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഈ ചൂടത്ത് ചായ കുടിക്കുന്ന രണ്ട് മഹത് വ്യക്തികൾ ചൂടെടുക്കുന്നു ലൈം വേണമെന്ന് പറഞ്ഞാൽ പോയത്. ഞാൻ ലൈമ കേട്ടോ പറഞ്ഞത്. ഈ ചൂടത്ത് ലൈമും കൂടെ എന്നപ്പോൾ ഒരു ഭയങ്കര ആശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോയി. നടന്നു വരുന്ന വഴിക്ക് ഭയങ്കര കൺഫ്യൂഷനല്ല, ചർച്ചയായിരുന്നു ഇവിടെ. നാൻസിക്കാണോ പിങ്കുവിനാണോ ഹൈറ്റ് കൂടുതലെന്നുള്ളതിൽ. അത് കഴിഞ്ഞിട്ട് ഈ കണ്ടോ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ഇവള് ജിമ്മിൽ പോകുന്നുണ്ട്, അതിൻ്റെ കാര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.